ഹായ് നമസ്കാരം, ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഫയോമി ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ വരട്ട് ഒക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം. നമുക്ക് അതുണ്ടാക്കാം. അതിനായിട്ട് ഒരു ഫയോമി ചിക്കനാണിത്. ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം കറി വെച്ചായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇത് നമുക്കിന്ന് പെരട്ട് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1.5 കിലോ ഫയോമി ചിക്കൻ ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കറി മസാല പൗഡർ, പിന്നെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും എടുത്തിട്ടുണ്ട്. നമുക്ക് പുരട്ട് വെക്കുമ്പോൾ വിനാഗിരി അത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു തേങ്ങ കൊത്ത്. ഇത് കണ്ട, ഇത് നമ്മുടെ വീഡിയോഗ്രാഫർ മുറിച്ചപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചത്. ഇതിനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പം നമുക്കിതെല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്ന് 6 വിസിലായിരുന്നു ഞാൻ ഫയോമി ചിക്കന് വേണ്ടിയിട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം 6 വിസിൽ വന്നാൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് അടപ്പത്തേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഫയോമി ചിക്കൻ 6 വിസിലടിച്ചപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടോ? അപ്പോൾ ഇത് മതിയല്ല. അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണയോളം നമുക്ക് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വരട്ടാനുള്ളതല്ലേ? വരട്ടാനുള്ളത്. അപ്പോൾ ഇത്തിരി എണ്ണ അധികം വേണ്ടേ? അത് ആദ്യം അതൊരു അളവിൽ ഒരു 5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നേ ഉള്ളൂ. നമുക്കൊരു കണക്കുണ്ടല്ലോ. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 2 സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള സവാളയായിരുന്നു. അത് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. സവാള ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി അതും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്നിട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മളിട്ട് കൊടുത്ത കറിവേപ്പില, പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒന്ന് പകുതി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിനകത്ത് കിടന്നൊന്ന് പെരളേണ്ടതാണല്ലോ, അതായത് നമ്മൾ പെരട്ടിയെടുക്കുവാണല്ലോ, അതായത് വാട്ടിയെടുക്കുവാണല്ലോ. അപ്പം നമുക്ക് ഒരു മുക്കാൽ ഭാഗമാകുമ്പോഴേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയും ഇട്ട് കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ ഒരു 3-4-5 കോഴീനെയൊക്കെ വളർത്തുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ള അത്രയും മുട്ടയും കിട്ടും. പിന്നെ ഹോർമോൺ അടിക്കാത്ത ചിക്കനും നമുക്ക് കഴിക്കാം. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. നമുക്ക് ഈ കൂടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൂടിനകത്തിട്ട് നമുക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോവുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടിൻ്റെ സൈഡിൽ വല പോലെയൊക്കെ കെട്ടിയിട്ട് എടുത്താലുണ്ടല്ലോ, അതങ്ങനെ അവിടെ കിടക്കുകയും ചെയ്യും. നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ഫയോമി കോഴീനെ വാങ്ങിച്ചു. പിന്നെ അതിനകത്ത് 10 എണ്ണം വാങ്ങിച്ചിട്ട് 4 എണ്ണം ചത്തുപോയായിരുന്നല്ലോ. ചെറുതിലെ തന്നെ 4 എണ്ണം ചത്തുപോയായിരുന്നു. അതുകൊണ്ടാണ് 2 ഗിരിരാജൻ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചത്.
അപ്പോൾ അത് 2 തരമായി പോയല്ലോ. അതുകൊണ്ടാണ് ഇവന്മാർ പുറത്ത് നടക്കുന്നത്. പിന്നെ ഇവന്മാർ ഭയങ്കര കൊത്താണ്. ഈ ഫയോമി കോഴീനെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ടേ നമുക്കറിയത്തില്ലല്ലോ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ. പക്ഷെ നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് ഇതിന്. കറി വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ ഒരു 2, 3, 4 കോഴീനെയൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. ഹോർമോൺ അടിക്കാത്ത ചിക്കനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്ന് വെച്ച് നമ്മൾ അത് വാങ്ങിക്കാതിരിക്കത്തൊന്നുമില്ല. നമ്മൾ കോഴിക്കടയിൽ നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നതല്ലോ. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു മനസ്സിനൊരു തൃപ്തിയോടുകൂടി കഴിക്കാമല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3/4 ഭാഗമായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ വേവിച്ച അല്പം വെള്ളമുണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇത് പിന്നെ നല്ല മസാലകളൊക്കെ എല്ലാം പിടിച്ച് എണ്ണയും എല്ലാമൊക്കെ പിടിച്ച് നല്ല വരട്ടി എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. കണ്ട, ചിക്കൻ്റെ വെള്ളം അല്പം ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി നല്ല വരണ്ട് വരും. അപ്പോഴാണ് ചിക്കൻ വരട്ട് അഥവാ ചിക്കൻ വരട്ട് എന്നൊക്കെ പറയുന്ന ചിക്കൻ കറി ഉണ്ടാകുന്നത്. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, നേരത്തെ ചിക്കൻ കറി വെച്ചപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലേ ചിക്കൻ കറി വെച്ചപ്പോൾ അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചായിരുന്നു. ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് എൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, വെളുത്തുള്ളിയുടെയും മസാലയുടെയൊക്കെ. കുരുമുളക് കൂടുതലുണ്ട് ഞാൻ പൊടിച്ച ഈ ഗരം മസാലയിൽ. ഇതെല്ലാം വരണ്ട് വരട്ടെ കേട്ടോ. വീഡിയോഗ്രാഫർ ജോലിയിലായിരുന്നല്ലേ, ഞാൻ തന്നെയാണ് ഇതെല്ലാം പിടിക്കുന്നത് കേട്ടോ. നമുക്ക് വേറെ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് ഇളക്കുന്നു. ചിക്കൻ പെരട്ട് അടിപൊളിയല്ലേ. പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. പ്രേക്ഷകർ ഞെട്ടിപ്പോകും. ഇതൊക്കെ കണ്ട എങ്ങനെ സഹിക്കും. ഇത് സ്മെല്ലാണ് അടിപൊളി. ഞാൻ പറയുമായിരുന്നേ, ഒരു വീട്ടിൽ ഒരു 5 കോഴിയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 കോഴി ഉണ്ടെങ്കിലും, കോഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടയും ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും. പെടക്കോഴിയും പൂവൻ കോഴിയും വേണം. എന്നിട്ട് ഈ ഹോർമോൺ അടിക്കാത്ത കോഴീനെ നമുക്ക് കഴിക്കാം. എന്ന് വെച്ച് നമ്മൾ ഹോർമോൺ അടിക്കാത്ത കോഴീനെ വാങ്ങിക്കാതിരിക്കത്തില്ല. നമ്മളതല്ലേ വാങ്ങിക്കുള്ളൂ ഇടക്ക്. പക്ഷേ നമുക്ക് ഇത് മനസമാധാനത്തോടെ കഴിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്ന് വരണ്ട് നല്ല സെറ്റപ്പായിട്ട് കഴിഞ്ഞാണ്ടല്ലോ, നല്ല കിടുക്ക് സാധനം കഴിച്ചു നോക്കണ്ടി. എന്റെ രീതിയിലാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വരണ്ട് കിട്ടിയാൽ മതി. അത് വരട്ടിയെടുത്തോളാം. തമ്പട്ടിക്കൊന്ന. ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ട് അഥവാ ചിക്കൻ വരട്ട് ഇവിടെ റെഡിയായി. കണ്ട, വെള്ളം എല്ലാം വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. ഇത് നമ്മൾ ഇടക്ക് അടച്ച് വെച്ച് നമ്മൾ അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ വരട്ടിക്കൊണ്ടേ ഇരിക്കണമായിരുന്നു കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗ്രേവി തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി കിടുക്കാച്ചി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.
അടിപൊളി അടിപൊളി